ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ c&svlog. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാനൊരു പുതിയ ആർട്ട് വർക്ക് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. കുറേ ദിവസമായി ഞാനിങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ് വരുന്നത്. ഒരു ആർട്ട് വർക്കിന് 500-ന് മുകളിലായിട്ട് എന്തായാലും റേറ്റ് വരുന്നുണ്ട്. പക്ഷേ കാണാനായിട്ട് അടിപൊളിയാണ്. നമ്മുടെ വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ 7000 വരുന്നത്. എന്തായാലും നമുക്കൊരു ലിപ്പൻ ആർട്ട് ചെയ്ത് നോക്കാം. ആദ്യം ബേസ് ആയിട്ട് ഇതാ MDF ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്കും പിന്നെ അതിൻ്റെ റേറ്റും അങ്ങനെ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം സെൻറ്ററിലായിട്ട് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് സർക്കിൾസ് വരച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഫെവിക്രൈലിൻ്റെ മോൾഡഡ് ക്ലേ ആണ് എടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അതുമേലായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു സർക്കിൾ ഷേപ്പിലായിട്ട് കംപ്ലീറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ കോമ്പസ് വെച്ച് വരച്ചു കൊടുത്തതിൽ കംപ്ലീറ്റ് ഇതുപോലെ ക്ലേ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ക്ലേ ടൂളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ പേനയുടെ റീഫിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ലാസ്റ്റത്തെ ഒരു ലെയർ ഒഴുകി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു ഡിസൈൻ കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോർസെപ്സ് ആണ് എടുത്തേക്കണേ. അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ മിറർ വാങ്ങിയപ്പോൾ അതിലൊരു ഗ്ലൂക്കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കണേ. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഡിസൈൻസ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ക്ലേ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയില്ലായിരുന്നു. നമ്മുടെ ഗ്ലൂഗണൊക്കെ ഉണങ്ങുമ്പോൾ ഒരു ഡിസൈൻ പോലെ കിട്ടില്ലേ, അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തത്. അതെന്തായാലും പാളിപ്പോയില്ല. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ സംഭവം കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തേക്കണേ. ഇനിയിപ്പോൾ നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഗ്ലൂവും പിന്നെ ക്ലേ ഒക്കെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള മെറ്റാലിക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഗോൾഡൻ കളർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ നോക്കിയപ്പോൾ നമ്മുടെ കളർ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വേറെ 2 മെറ്റാലിക് കളർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗത്ത് മെറ്റാലിക് ബ്രോൺസും പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് മെറ്റാലിക് കോപ്പറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഗോൾഡൻ കളർ കൊടുക്കുകയെന്ന് വെച്ചെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ ഗോൾഡൻ കളർ തന്നെയാണ് എടുക്കാറ്. പിന്നെ ഈ ബ്രോൺസും കോപ്പറും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സിൽവർ കളർ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ആ ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം ഇനി ചെയ്യുമ്പോൾ സിൽവർ കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കണം. പക്ഷേ എനിക്കെന്തോ അത് കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നാറില്ല.
ഇതുപോലെ 4 ലെയറിലായിട്ട് നമ്മൾ ആ ഒരു മെറ്റാലിക് ബ്രൗൺസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്തേക്കായിട്ട് മെറ്റാലിക് കോപ്പർ കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കണേ. അപ്പോൾ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് മിറർ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ 6 ഷേപ്പിലുള്ളതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ലെയറിലും ഞാൻ ഡിഫറെൻറ്റ് ഷേപ്പാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ട്രഡീഷണൽ വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള ആർട്ട് വർക്കിനോട് ഒരു ഭയങ്കര താല്പര്യമായിരിക്കും. കാരണം നമ്മുടെ വോളിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്ക് അത്ര എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കളറായാലും പിന്നെ ആ ഒരു മിറർ വർക്കൊക്കെ വന്നേക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്കത് ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല സമയമെടുക്കും. കുറച്ച് ക്ഷമയോടുകൂടി ഇരുന്നാലേ നമുക്ക് ആ ഒരു ആർട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ ലെയറിലും മിറർ ഒട്ടിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് ഇതുപോലത്തെ ആർട്ട് വർക്കോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കോ ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇമെയിൽ ID ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് മെയിൽ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഏതെങ്കിലും പ്രത്യേക ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാൽ അതുപോലെ ചെയ്തു തരാം കേട്ടോ. പിന്നെ 7000 രൂപ ഒന്നും വേണ്ട. അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് മെയിൽ ചെയ്ത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.